ഗൈസ്. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ നാളെ നമ്മുടെ ചെറുപെരുന്നാളാണ്. ഇപ്രാവശ്യം നമ്മുടെ പെരുന്നാളിന് കുറച്ച് പ്രത്യേകതയുണ്ട് ഗൈസ്. വേറെ ഒന്നല്ല, ഇപ്രാവശ്യം നമ്മുടെ തറവാട്ടിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അങ്ങനെ നമ്മൾ പെരുന്നാളിന്റെ തലേദിവസം കുറച്ചും കൂടി സാധനങ്ങൾ മേടിക്കാണ്ട്, ഓൾറെഡി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി സാധനങ്ങൾ മേടിക്കേണ്ട. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഫിയാക്ക് ഓർണമെന്റ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫിയാക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അവൾക്ക് അത്രയും ഇതായിട്ടുള്ളതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറൊരു കടയിൽ പോയി. അവിടെ നിന്ന് ഫിയാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഹൈലൈറ്റ് മാളിലേക്ക് കണ്ടു പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കുട്ടി കുട്ടി സ്നാക്സ് ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിക്കാനാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കുറേ സമയം പോയി ഗൈസ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഈദായിട്ട് എന്തൊക്കെയാണ് പരിപാടി? പരീക്ഷയെ കാരണം മൊത്തം ആ ഒരു ഞങ്ങളും ഇപ്രാവശ്യം പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് ഈദ് സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. എക്സാം ആയത് കാരണം എനിക്കും ഫിയാക്കൊക്കെ എക്സാം ആണല്ലോ. പക്ഷെ ഇപ്പാക്കൊരു ആഗ്രഹം ഇപ്രാവശ്യം തറവാട്ടിൽ പെരുന്നാൾ നടത്തണം. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഡ്രസ്സ് എടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്കൂള് വീട്, സ്കൂൾ ട്യൂഷൻ ക്ലാസ്, സ്കൂള് വീട്, സ്കൂൾ ട്യൂഷൻ ക്ലാസ്, ഇതാണ് കുറച്ചധികം കാലമായിട്ട് എൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. കുറേ നാളായിട്ട് ഇപ്പോൾ 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങണത്. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വാപ്പ വർക്ക് ചെയ്യുന്നോടത്തേക്കാണ് നമ്മൾ പോയത്. ഫിയാടിയും അതുപോലെ ഉമ്മച്ചിയുടെ ഒക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് ഉമ്മയാണ്. അപ്പോൾ ആ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഉമ്മ വാപ്പടയിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനാണ് നമ്മൾ അടുത്തത് പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കാരണം വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട് ഗൈസ്. വീട്ടിൽ വന്ന് നേരെ ഉമ്മച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡ് സമയം ഇപ്പോൾ വന്നിട്ട് ഏകദേശം 1:30 ആയിട്ടുണ്ട്. പിന്നെ നാളെ രാവിലേക്കുള്ള ചിക്കൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പത്തുള്ള കുക്കിംഗ് വേറൊന്നല്ല, ഗ്യാസൊക്കെ കഴിയാറായേ. ഗ്യാസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ കിട്ടാനില്ലല്ലോ. ഇങ്ങനെ ചിക്കനൊക്കെ വറക്കാനുള്ള ഗ്യാസ് നമുക്കില്ല. ആകെ കുറച്ച് ഗ്യാസും കുറ്റിയിൽ ഇനി ബാക്കിയുള്ളൂ. എപ്പോൾ ഗ്യാസ് കഴിയുന്നു ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ് നമ്മളൊക്കെ പെട്ടു. പിന്നെ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ.